രാഗിൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക്. അവിടെ പുഞ്ചിരിമട്ടമാണ് ഏറ്റവും ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. തെരച്ചിൽ അതുകൊണ്ട് 4-ാം ദിവസം വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് തുടരുന്നത്. പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയാണ് കണ്ടെത്താനാവുക, എവിടെയൊക്കെയാണ് തിരയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയ്ക്കായി ആ മനുഷ്യരെയൊക്കെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താൻ, കൂടുതൽ വ്യക്തതയോടെ തെരച്ചിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. രാഗിൻ, ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്? കാലാവസ്ഥ രാവിലെ പുലർച്ചെ അങ്ങനെ മഴയുണ്ടായിരുന്നില്ല, പക്ഷെ അതിനുശേഷം മഴ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇവിടെ കാലാവസ്ഥ മാറുന്നത്. ചില സമയത്ത് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും, ചില സമയത്ത് മഴ കുറയും. ഇന്നലെ വെയിൽ വരെ വന്നിരുന്നു, അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ ഉണ്ടായത്. ഇപ്പോഴും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മഴ കനക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. കാരണം ഈ മേഖലയിൽ 2 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ 2 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറുണ്ട്. അതുകൂടി കൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ മുണ്ടക്കയിൽ നിന്ന് അടക്കം അന്ന് ഉരുൾപൊട്ടിയെത്തിയ വെള്ളവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രദേശവും. ആ സ്കൂളാണ് കാണുന്നത്, വെള്ളാർമല സ്കൂളാണ് കാണുന്നത്. അതിന് മുൻപിലടക്കം ഇപ്പോൾ തെരച്ചിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ശക്തമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ അല്പസമയത്തിന് അങ്ങനെ തിരച്ചിലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആരംഭിക്കും. കൂടാതെ ഈ കാര്യങ്ങളിൽ കൂടുതൽ, അതായത് നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ വിചാരിക്കുന്ന സ്ഥലങ്ങളിലല്ല ഈ പറയുന്ന പലരെയും മണ്ണിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് കുറെ കൂടി ദൗത്യം സങ്കീർണമാണ്. കാരണം വിചാരിക്കുന്ന ഇടങ്ങളിൽ മണ്ണിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, പകരം മറ്റു പല ഇടങ്ങളിലാണ് അവരെ കിട്ടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഇനി നമുക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്കാണ് പോകേണ്ടത്. മുണ്ടക്കൈയിലും തെരച്ചിൽ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ദൂരെ ദൃശ്യങ്ങൾ അങ്ങോട്ട് സൂം ചെയ്താൽ, ആന്റണി ഗ്രിഗറി അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണാം. ആ സ്കൂളിന്റെ സമീപത്ത് തെരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെയായി അവിടെ ആളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ ഒലിച്ചെത്തിയപ്പോൾ പലരും ആ പല പ്രദേശങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലുമൊക്കെ ഉള്ള പരിശോധന. അതോടൊപ്പം ഈ പലതരത്തിലുള്ള സ്നിഫർ ഡോഗ്സ് ഉണ്ട്, അതോടൊപ്പം ഈ ഡ്രോൺ സംവിധാനം ഉൾപ്പെടെയുണ്ട്. അതൊക്കെ വെച്ചുള്ള തെരച്ചിലും മറ്റു പരിശോധനയും ഒക്കെ ആരംഭിക്കും എന്നതാണ് വ്യക്തമാകുന്നത്. ഇനി നമുക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്കാണ് പോകേണ്ടത്. മുണ്ടക്കൈയിലേക്ക് ഇപ്പോൾ വിവിധ വിഭാഗങ്ങൾ പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തി പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുക എന്നതാണ് ലക്ഷ്യം. ഇത് ഒരു ഒറ്റപ്പെട്ട പ്രദേശമായി മാറി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പാലം സജ്ജമാക്കിയതോടുകൂടി അതിപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഓരോ വിഭാഗങ്ങളും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ സുന്ദരമായൊരു ഭൂപ്രദേശമായിരുന്നു ഇത്. ആ ഭൂപ്രദേശത്തെ ആകെ അപ്പാടെ തകർത്തെറിയുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ വന്നത്. അങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം സുന്ദരമായ വഴികളും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശവും നല്ല ആളുകളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഇടമായിരുന്നു ഇത്. ആ ഇടത്തിലാണ് ഇത്തരമൊരു ദുരിതം അല്ലെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിന്റെ ബാക്കി പത്രം ഇപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. എന്തായാലും കുറെ JCB ഇന്നലെ തന്നെ ഇത്തരം സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചിരുന്നു. ഇനി കുറെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോഴൊക്കെയുള്ള ഒരു വെല്ലുവിളിയും പ്രതിസന്ധിയും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കാലാവസ്ഥയിൽ മഴ ശക്തമായിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. മറ്റൊന്ന്, അതായത് പ്രദേശവാസികളൊക്കെ പറയുന്നു ഇന്നടുത്തൊരു വീടുണ്ടായിരുന്നു, അവിടെ 4 പേരുണ്ടായിരുന്നു, ആ 4 പേരിൽ 3 പേരെ കാണാനില്ല എന്ന് ഒരാൾ പറയുന്നു. അദ്ദേഹം പരിക്ക് പറ്റിയ ആളായിരിക്കാം. ശരി, അവിടെ എത്തുന്നു, ഈ JCBയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനുള്ള കാരണമായി പറയുന്നത് അല്ലെങ്കിൽ കാരണമായി അനുമാനിക്കുന്നത് പലരും ഈ കുത്തൊഴുക്കിൽ ഒലിച്ച് മറ്റ് എവിടെയൊക്കെയോ പോയിട്ടുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കാരണം അത്രത്തോളം ശക്തിയിലാണ് ഈ വെള്ളവും കല്ലും അതോടൊപ്പം ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ് വന്നത്. അങ്ങനെ ചില കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ള കാഴ്ച. ഇനിയും നമുക്ക് ഇവിടെ നിന്നൊരു
2.5-3 കിലോമീറ്ററോളം നടന്നു വേണം മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകാൻ. ഇത് തേയിലത്തോട്ടമാണ്. ഇവിടെയൊന്നും ഈ ദുരന്തം ഈ പ്രദേശത്തേക്ക് അഫക്ട് ചെയ്തിട്ടില്ല. അഫക്ട് ചെയ്ത പ്രദേശമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോഴും മൂടിക്കിട്ടിയ അന്തരീക്ഷം, അതോടൊപ്പം തന്നെ മഴ ചാറ്റൽ മഴയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടുകയാണെങ്കിൽ അത് വെല്ലുവിളിയാകും. അത്തരം കാര്യങ്ങൾ കൂടി മുന്നിലുണ്ട്. എന്തായാലും 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുണ്ടക്കൈ, ചൂരൽമല അതോടുൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ പ്രധാനമായും ഇന്ന് നടക്കുക. ശരി രാഗിൻ, 6 സോണുകളിലായി തെരച്ചിൽ നടക്കുകയാണ്. കൂടുതൽ യന്ത്ര സാമഗ്രികളുണ്ട്, സാങ്കേതിക സഹായം ഏറെയുണ്ട്, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, കടാവർ നായ്ക്കളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ശാസ്ത്രീയമായ തെരച്ചിലാണ് ഇന്ന് 4ാം ദിവസം പുരോഗമിക്കുക.